ലൈംഗിക ആരോപണ വിധേയനായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. അതായത് രാഹുലിനെ നിയമസഭയിൽ കയറ്റാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് സിപിഎം നടത്താൻ പോകുന്നത് എന്ന് സാരം. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുകേഷ് ഉൾപ്പെടെയുള്ള സ്ത്രീ പീഡന കേസുകളിൽ പ്രതികളായ സിപിഎം എംഎൽഎമാർക്കെതിരെ കോൺഗ്രസ് ഉപരോധം തീർക്കും. അതോടെ 15ാം നിയമസഭ കുഴപ്പത്തിലാവും. രാഹുലിനെ വളഞ്ഞാൽ കുഴപ്പമാകുമെന്ന സൂചന ഇന്റലിജൻസ് വൃത്തങ്ങൾ സർക്കാരിന് നൽകിക്കഴിഞ്ഞു. നിയമസഭയിലും രാഹുൽ വിഷയം സജീവമാക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഇതുവരെ ചില സ്ത്രീകൾ വെളിപ്പെടുത്തിയ പല വിവരങ്ങളും പരസ്പരം കൂട്ടിയിണക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുന്നില്ല. അറസ്റ്റിലേക്ക് നീങ്ങത്തക്ക വിധമുള്ള തെളിവുകളോ പരാതികളോ ഇനിയും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തുടക്കത്തിൽ ആരോപണമുയർത്തിയ യുവതികൾ കേസിലേക്ക് തിരിഞ്ഞതോടുകൂടി പിൻവലിഞ്ഞിരുന്നു. തങ്ങൾക്ക് തിക്താനുഭവങ്ങൾ ഇല്ലെന്നും മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ് എന്നുമാണ് അവരുടെ നിലപാട്. എന്നാൽ അനുഭവിച്ചവരെ ചൂണ്ടിക്കാട്ടാൻ അവർ തയ്യാറുമല്ല. ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ഏത് ആശുപത്രിയാണ് എന്നും ഒരു വ്യക്തതയുമില്ല. ഇത് സംബന്ധിച്ച ആധികാരികമായ അറിവുണ്ടെന്ന പോലും രംഗത്ത് വന്ന വനിതാ മാധ്യമ പ്രവർത്തക പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അനധികൃതമായും അശാസ്ത്രീയമായുമാണ് ഗർഭചിത്രം നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ഒന്നിലും അത് സംബന്ധിച്ച ഒരു രേഖയും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതും അന്വേഷണത്തെ കുഴപ്പിക്കുന്നുണ്ട്. തെളിവുകളില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കാൻ പോലീസിന് കഴിയില്ല. കോടതിയിൽ തെളിവാണ് പ്രധാനം. തെളിവില്ലാത്ത കാലത്തോളം രാഹുലിന് ഒന്നും സംഭവിക്കില്ല. ഇക്കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച പലരും കാലുമാറിയത്. നിയമസഭയുടെ 14ാം സമ്മേളനം 15-നാണ് ആരംഭിക്കുന്നത്. അന്ന് നിയമസഭയിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസും സിപിഎമ്മും ഏറ്റുമുട്ടിയാൽ കാര്യങ്ങൾ കലുഷിതമാകും. സിപിഎം ആരോപണ വിധേയർ നിയമസഭയിൽ തുടരുമ്പോൾ കോൺഗ്രസിലെ ആരോപണ വിധേയർ തുടരുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ സിപിഎം പീഡനത്തിൽ കുഴപ്പമില്ലെന്നും കോൺഗ്രസ് പീഡനത്തിലാണ് കുഴപ്പമെന്നും ഇടതു നേതാക്കൾ കരുതുന്നു. രാഹുലിനെ നിയമസഭയിൽ കയറ്റാതിരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന വ്യക്തമായ സൂചന സ്പീക്കർ എൻ ഷംസീർ പാർലമെന്ററി കാര്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. രാഹുൽ ഒരു കേസിലും പ്രതിയല്ല. കേസിൽ പ്രതിയായാൽ തന്നെ രാഹുലിനെതിരെ നിയമസഭയിൽ ഉപരോധം തീർക്കാൻ തനിക്ക് കഴിയില്ലെന്നും സ്പീക്കർ അറിയിച്ചു. ഇതിനാണ് നിയമപരമായ അടിസ്ഥാനം ഉള്ളത്. ധനകാര്യമന്ത്രി കെ.എം. മാണിയുടെ 13ാമത് ബജറ്റ് അവതരണം പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ കേരള നിയമസഭയിൽ അരങ്ങേറിയ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ആവർത്തിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് കേരളം. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പതിവിന് വിരുദ്ധമായി പിൻസീറ്റിലെ അരികിൽ നിന്ന് വാച്ച് ആൻഡ് വാർഡിന്റെയും ഭരണപക്ഷ എംഎൽഎമാരുടെയും സംരക്ഷണ കവചത്തിനുള്ളിൽ നിന്നായിരുന്നു കെ.എം. മാണിയുടെ ബജറ്റ് അവതരണം. നിയമസഭാ ചരിത്രത്തിൽ ഇന്നോളം നടക്കാത്ത സംഭവങ്ങളാണ് സഭയ്ക്കകത്തും പുറത്തും അരങ്ങേറിയത്. കെ.എം. മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് എൽഡിഎഫും ബിജെപിയും വ്യക്തമാക്കിയതോടുകൂടി തലേന്ന് തന്നെ കനത്ത പോലീസ് കാവലാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഏർപ്പെടുത്തിയത്. ബജറ്റ് അവതരിപ്പിക്കാൻ കെ.എം. മാണി വന്നാൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും, ജനം പൊറുക്കണം എന്ന് പ്രഖ്യാപിച്ച സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കിയിരുന്നു. താൻ ഔദ്യോഗിക വസതിയായ പ്രശാന്തിനിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ മാണി നിയമസഭയിൽ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചതോടുകൂടി എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ തടയുമെന്ന നിലപാടിലായിരുന്നു പ്രതിപക്ഷം. സുരക്ഷാ പ്രശ്നം പോലീസ് ചൂണ്ടിക്കാട്ടിയതോടുകൂടി നിയമസഭയ്ക്കുള്ളിൽ തന്നെ നിൽക്കാൻ മാണിയുടെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മാണി സഭയിൽ തന്നെ തങ്ങുമെന്നറിഞ്ഞതോടുകൂടി ബജറ്റ് അവതരണം തടയാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ എംഎൽഎമാർ സഭ പിരിഞ്ഞ ശേഷവും നടുത്തളത്തിൽ തന്നെ കുത്തിയിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തെ സിപിഐഎം സമരം മുൻ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ നേതൃത്വത്തിലും യുവമോർച്ച സമരം ബിജെപി നേതാവ് വി മുരളീധരന്റെ നേതൃത്വത്തിലുമാണ് നടന്നത്. ബജറ്റ് അവതരണത്തിനായി രാവിലെ 8 മണിക്ക് മന്ത്രി കെ.എം. മാണി നിയമസഭയിലേക്ക് വരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. നിയമസഭാ കവാടത്തിൽ വെച്ച് വാച്ച് ആൻഡ് വാർഡുകൾ നിലയുറപ്പിച്ചിരുന്നു. മാണി ബജറ്റ് അവതരിപ്പിക്കാതെ സ്പീക്കറുടെ മേശപ്പുറത്ത് വെക്കാനാണ് സാധ്യതയെന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ബജറ്റ് സ്പീക്കറുടെ മേശപ്പുറത്ത് വെച്ചാൽ സാങ്കേതികമായി ബജറ്റ് അവതരിപ്പിച്ചതായി കണക്കാക്കും. ഇതേ തുടർന്ന് മാണി സ്പീക്കറുടെ ചേംബറിന് സമീപം എത്തുന്നത് തടയാൻ പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ ചേംബറിന്റെ മുന്നിൽ നിലയുറപ്പിച്ചു. ഇതിനിടെ സഭയ്ക്ക് പുറത്ത് യുവമോർച്ച പോലീസിന് നേരെ കല്ലെറിഞ്ഞത് സംഘർഷങ്ങൾക്ക് കൂടുതൽ വഴിവെച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു യുവമോർച്ചയുടെ ആക്രമണം. തുടർന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ യുവമോർച്ച സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയതോടുകൂടി സംഘർഷം അവസാനിപ്പിച്ചു. കെ.എം. മാണി പതിവ് സീറ്റിലെത്താതെ സഭയുടെ പിൻസീറ്റിലിരിക്കുമെന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് 8:59-നാണ് മാണി സഭയിലെത്തിയത്.
ഭരണപക്ഷ എംഎൽഎമാരുടെയും വാച്ച് ആൻഡ് വാർഡിന്റെയും സംരക്ഷണ കവചത്തിനുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ പിൻവാതിലിലൂടെ അകത്ത് പ്രവേശിച്ച മാണി പിൻസീറ്റിനരികിൽ തന്നെ നിന്നു. ഈ സമയത്ത് സ്പീക്കറുടെ ചേംബറിന് സമീപം വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ എംഎൽഎമാരും തമ്മിലുള്ള സംഘർഷം അരങ്ങേറുകയായിരുന്നു. സ്പീക്കറുടെ ചെയറും മൈക്കും വലിച്ചെറിയുകയും കമ്പ്യൂട്ടർ നശിപ്പിക്കുകയും ചെയ്തു. കയ്യേറ്റത്തിനിടെ സ്പീക്കർ സഭയ്ക്കകത്ത് കടക്കാൻ ശ്രമിച്ചു. എംഎൽഎമാർ സ്പീക്കർ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാൻ കിടഞ്ഞ് ശ്രമിച്ചു. എന്നാൽ വാച്ച് ആൻഡ് വാർഡിന്റെ അകമ്പടിയോടെ സ്പീക്കർ ഉള്ളിലേക്ക് കടന്നു. 9:02 മാണിയുടെ ബജറ്റ് പ്രസംഗം ആരംഭിച്ചു. 2-3 പേജ് വായിച്ച ശേഷം ബജറ്റ് അവതരിപ്പിച്ചതായി കണക്കാക്കണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ട മാണി പ്രസംഗം അവസാനിപ്പിക്കുകയും ബജറ്റ് മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു. കെ മാണി പ്രസംഗിക്കുന്നതിനിടയിൽ പ്രതിപക്ഷത്തെ വനിതാ എംഎൽഎമാർ സുരക്ഷാ കവചം ഭേദിക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതിന് സാധിച്ചില്ല. ഇതിനിടെ മാണിയുടെ മൈക്ക് പിടിച്ചെടുക്കാൻ പ്രതിപക്ഷ എംഎൽഎമാർക്ക് സാധിച്ചു. മറ്റൊരു വഴിയിലൂടെ മാണിക്കരികിലേക്ക് കയറാൻ ശ്രമിച്ച ബിജിമോൾ എംഎൽഎയെ മന്ത്രി ഷിബു ബേബി ജോൺ തടഞ്ഞു. ബജറ്റ് പ്രസംഗശേഷം ഭരണപക്ഷ എംഎൽഎമാർ മാണിയെ ഉമ്മ വെച്ചും കെട്ടിപ്പിടിച്ചും അഭിനന്ദിച്ചു. മാണിക്കും ഉമ്മൻചാണ്ടി സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ച മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇതിനിടെ പ്രതിപക്ഷ എംഎൽഎമാരിൽ വി ശിവൻകുട്ടി എംഎൽഎ കുഴഞ്ഞു വീണു. വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷത്തെ ചില എംഎൽഎമാരും ചേർന്ന് അദ്ദേഹത്തെ മേശപ്പുറത്ത് കിടത്തി. ബജറ്റ് അവതരിപ്പിച്ചെന്ന ഭരണപക്ഷവും അവതരണം ചട്ടവിരുദ്ധമാണ് എന്ന പ്രതിപക്ഷവാദവും ഉയർന്നിരുന്നു. എന്നാൽ ബജറ്റ് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നാണ് പ്രതിപക്ഷവാദം. ബജറ്റ് അവതരണത്തിനായി സ്പീക്കർ ക്ഷണിക്കാതെയാണ് മാണി ബജറ്റ് വായിച്ചത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ ബജറ്റ് അവതരിപ്പിക്കുന്നതായി അനുമതി നൽകിക്കൊണ്ട് സ്പീക്കർ ആംഗ്യം കാണിച്ചിരുന്നുവെന്നാണ് ഭരണപക്ഷത്തുള്ളവർ പറയുന്നത്. ബജറ്റ് പ്രസംഗം തടസ്സപ്പെടുന്നതിനാൽ തന്നെ മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കെ എം മാണി ബജറ്റ് പ്രസംഗവുമായി എത്തി. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ വേദനിപ്പിക്കുന്നില്ല. തനിക്കൊന്നും തന്നെ പുത്തരിയല്ല, ഇതൊന്നും പുത്തരിയല്ല എന്നാണ് മാണി അന്ന് പറഞ്ഞത്. പതിവിന് വിപരീതമായി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാതെ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത് മാത്രമാണ് വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞാണ് മാണി തുടങ്ങിയത്. തുടർന്ന് ബജറ്റിലെ കാര്യങ്ങൾ വിശദീകരിച്ചു. മാണിയുടെ ബജറ്റ് പ്രസംഗം പുരോഗമിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ വാർത്താ സമ്മേളനം നടത്തി. പ്രതിപക്ഷ എംഎൽഎമാരായ ബിജിമോൾ, ലതിക, കെ.എസ്. സുലേഖ, കെ. അജിത്ത്, ജമീല പ്രകാശം തുടങ്ങിയവരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് വി.എസ്. പറഞ്ഞു. ജമീല പ്രകാശത്തെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്നും വി.എസ്. ആരോപിച്ചു. മാണിയുടെ ബജറ്റ് അവതരണം ചട്ടവിരുദ്ധമാണെന്നും വി.എസ്. അഭിപ്രായപ്പെട്ടു. സ്പീക്കർ സീറ്റിലിരുന്ന ഓർഡർ എന്ന് പറഞ്ഞ് സഭ ക്രമപ്പെടുത്തിയതിനു ശേഷം ധനകാര്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാനായി ക്ഷണിക്കണം. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സ്പീക്കർ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ചെയ്തത് എന്നും വി.എസ്. കുറ്റപ്പെടുത്തി. ഇതിന് പിന്നാലെ സഭയ്ക്ക് പുറത്ത് പിണറായി വിജയനും സംസാരിച്ചു. നിയമസഭയിൽ നടന്നത് ബജറ്റ് പ്രസംഗമല്ല, അവിടെ ആകെ നടന്നത് അവർ കുറച്ച് ലഡ്ഡു കൊണ്ടുവന്നിരുന്നു, അത് വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണെന്നായിരുന്നു പിണറായിയുടെ അഭിപ്രായം. ജമീല പ്രകാശും തന്നെ കടിച്ചുവെന്ന് പറഞ്ഞ് ശിവദാസൻ നായർ എംഎൽഎയും വാർത്താ സമ്മേളനവുമായി എത്തി. കടിച്ച അടയാളം മാധ്യമങ്ങൾക്ക് കാട്ടിക്കൊണ്ടായിരുന്നു എംഎൽഎയുടെ പ്രസ്താവന. മാണിയുടെ ബജറ്റ് അവതരണം ചട്ടപ്രകാരമാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സ്പീക്കർ എൻ ശക്തനും വാർത്താ സമ്മേളനം നടത്തി. മൈക്കില്ലാത്തതിനാൽ ബജറ്റ് അവതരിപ്പിക്കാൻ എഴുന്നേറ്റ് നിന്ന് ആംഗ്യം കാണിച്ച് അനുമതി നൽകുകയായിരുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു. സ്പീക്കറെ നിയമസഭയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്തത് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.